ഹലോ, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നതാ രാവിലെ എണീറ്റതും ഏട്ടനും മോനും ഒക്കെ ഫ്രണ്ടിൽ പോയി എന്നിട്ട് ഒരാളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നെയും വിളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പോയി നോക്കിയപ്പോഴാട്ടോ 2 മങ്കീസ്, 2 എണ്ണം അല്ല, ആദ്യം ഒരു 2 എണ്ണം ആയിരുന്നേ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ മങ്കീസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ നമുക്കിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണേ. വേറെ എണ്ണം വരുന്നുണ്ട്. ബേബി മമ്മി കണ്ടാ? അതൊന്ന് നോക്ക്. ആപ്പിൾ എടുത്തു കേട്ടാ. ഇത് പോവാണ്. ഒരു ഭാഗത്ത് പോയിരുന്ന് കഴിക്കാൻ വേണ്ടിട്ടാണ്. ഓമാര് നായ വരുന്നതുകൊണ്ട് പേടിച്ചിട്ടാണ്. ഏയ് ഏയ് यार बच्चे को लेके क्या क्या कर रहे थे यार? लेकिन बच्चा भी तो जो वो है ना, बिल्कुल छोड़ ही नहीं रहा। രാവിലെ തന്നെ എണീച്ച് കുറേ നേരം നമ്മളങ്ങനെ മങ്കീസിൻ്റെ കൂടെ ആയിരുന്നു കേട്ടോ. കുറേ ഫ്രൂട്ട്സൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നിട്ടോ. അതൊക്കെ മേടിച്ച് കഴിക്കുന്നതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. അവസാനം വെച്ച് ഏട്ടൻ്റെ മേത്ത് കയറാൻ പോയിട്ടോ. എന്നിട്ട് പിന്നെ കുടയൊക്കെ കൊണ്ട് തട്ടാൻ പോയപ്പം അത് നല്ല ദേഷ്യപ്പെട്ടിട്ട് നമ്മുടെ അടുത്ത് ദേഷ്യപ്പെടുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ടായി. പിന്നെ അന്ന് വീഡിയോസ് എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം എന്താ പറയുക, മോർണിംഗ് നമുക്ക് നോക്കേണ്ട ആ ഒരു സമയത്ത്. അപ്പോൾ കുറേ മങ്കീസ്, ലാസ്റ്റ് കുറേ മങ്കീസ് വന്നേ. എല്ലാവരും പിന്നെ നമ്മുടെ എന്താ പറയുക വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ആയി. പിന്നെ ഒരു മങ്കി നമ്മുടെ വീടിനകത്തോട്ടൊക്കെ കയറി വന്നു കേട്ടോ. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഇന്ന് രാവിലെ ഉപ്മാവായിരുന്നു കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഏട്ടൻ ഇന്നലെ 2 പൈനാപ്പിൾ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ചെറിയ പൈനാപ്പിളാണ്. പൈസ കൊടുത്ത് മേടിച്ചു എന്നല്ലാണ്ട് പകുതി മുക്കാലും കേടന്നെ ആയിരുന്നു കേട്ടോ. ആദ്യം മുറിച്ചതിൽ മൊത്തം കേടായിരുന്നേ, പകുതിയും കേടുവന്ന് പോയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് എന്താണെന്നറിയില്ല, ഒരു പുഴുക്കുത്ത് പോലെ. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് മാറ്റി. പിന്നെ രണ്ടാമത് കട്ട് ചെയ്ത പൈനാപ്പിൾ നല്ല പൈനാപ്പിളായിരുന്നു കേട്ടോ. ചെറിയ മധുരമൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം കട്ട് ചെയ്തതിനകത്ത് ഒരു മധുരം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇത് സീസൺ മാറി ഉണ്ടായ സാധനം ആയതുകൊണ്ട് തന്നെ ചെറിയ എന്താ പറയുക, നാവ് കരിക്കുന്ന പോലത്തെ ഫീലൊക്കെ ഉണ്ടാവുമോ, നാവ് ചൊറിയോ എന്നൊക്കെ ഉള്ള ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ പൈനാപ്പിളൊക്കെ നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു സാധനമല്ലോ. വല്ലപ്പോഴും മാത്രമേ നമ്മുടെ ഇവിടുത്തെ മാർക്കറ്റുകളിലൊക്കെ കിട്ടാറില്ലേ. അതുകൊണ്ട് തന്നെ കഴിക്കാനാണെങ്കിൽ നല്ല പൂതിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് കഞ്ഞിയാട്ടോ ഒന്ന് വയ്ക്കുന്നത്. സൺഡേ ഒക്കെ ആയതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ വലിയ മൂടൊന്നും ഉണ്ടായിരുന്നില്ല. വലിയ ഭക്ഷണങ്ങൾ എന്ന് വെച്ചാൽ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള മൂടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ കഞ്ഞിയൊക്കെ ആണല്ലോ വയ്ക്കുന്നത്. എനിക്കൊരു സാധനം കഴിക്കാൻ കുറേ ദിവസം കൊണ്ട് ഒരു പൂതി വന്നിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു കുറച്ച് ചെറുപയർ എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്, അത് വെച്ച് പായസം വെക്കാമെന്നാട്ടോ. എനിക്ക് കുറേ ദിവസം കൊണ്ട് ആഗ്രഹമുള്ളതാണ് പായസം വെച്ച് കുടിക്കണമെന്ന്. ചെറുപയറൊക്കെ നമ്മൾ ഉപ്പേരിയും കറിയൊക്കെ വെക്കുന്നല്ലാതെ നമ്മളങ്ങനെ പായസമായിട്ടൊന്നും എപ്പോഴും ഇവിടെ വെക്കാറില്ല കേട്ടോ. ഏട്ടനെന്ന് വെച്ച് കഴിഞ്ഞാൽ അടപ്പായസമാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം വേവിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ പറയുക, പരിപ്പ് വേവിച്ച് വെച്ചു, അതുപോലെ തേങ്ങ ചിരകി വെച്ചു, അതുപോലെ ശർക്കരയൊക്കെ ഉരുക്കി വെക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ അടിയിലാണ് എൻ്റെ ഫ്രണ്ട്. അവർക്കിന്ന് സൺഡേ ആയത് കാരണം അവരുടെ വീട്ടിൽ അങ്ങനെ ചിക്കനൊന്നും വെക്കുകയൊന്നുമില്ല. അവർക്ക് അങ്ങനെ അറിയില്ലല്ലോ. നോർത്ത് ഇന്ത്യൻസിന് അങ്ങനെ ചിക്കൻ വെക്കാനൊന്നും അറിയില്ല കേട്ടോ. അവർ വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് ടേസ്റ്റും വരില്ല. അപ്പോൾ ഏട്ടൻ്റെ അടുത്ത് ചിക്കനൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ബെഡ്റൂമിൻ്റെ മോൾ ഭാഗം പെയിൻ്റ് അടിക്കാനും ആൾക്കാർ വരുന്നതായിട്ട് ഏട്ടൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ബെഡ്റൂമത്തെ എല്ലായിടത്തും മാറ്റിയിട്ടുണ്ട്. കർട്ടനൊന്നും മാറ്റുന്നില്ല. കർട്ടൻ വേണമെങ്കിൽ ഒന്ന് തിരുമ്പിയെടുക്കുക എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം അവിടെ AC ഒക്കെ ഉള്ളതുകൊണ്ട് അതവിടെ ഇരുന്നോട്ടെ. ബാക്കിയുള്ളതൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ഈ ഒരു ടീഷർട്ട് മാറ്റാണ്ട് ഈ ഒരു ബെഡൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം. ഇനി ആ ഒരു അത്രമാത്രം പണി കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഞാൻ പായസം കൂടെ വെച്ചിട്ട് കുളിക്കാമെന്നൊക്കെ വിചാരിച്ചായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ വേഗം കുളിക്കുകയൊക്കെ ചെയ്തു. കാരണം അവർ പണിക്കോ മറ്റോ വന്നാലോ എന്ന് വിചാരിച്ച് വേഗം കുളിക്കുകയും റെഡി ആകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. മോനാണെങ്കിൽ അവിടെ ഫോണൊക്കെ നോക്കി കിടക്കുന്നുണ്ട്. പുറത്താണെങ്കിൽ നല്ല കാലാവസ്ഥയാണ്, നല്ല വെയിലൊക്കെ വന്നിട്ടുണ്ട്. ഡ്രസ്സൊക്കെ നേരത്തെ കൊണ്ടുപോയി ഉണക്കാട്ടിട്ടുണ്ട് കേട്ടോ. ഇന്നെന്തായാലും ഡ്രസ്സൊക്കെ ഉണങ്ങി കിട്ടുമെന്ന് വിചാരിക്കാമല്ലേ. അപ്പോൾ ഏട്ടൻ അവിടെ
അവിടെ നല്ല പൊരിഞ്ഞ കുക്കിങ്ങിലാട്ടോ. എൻ്റെ ഹെൽപ്പൊന്നുമില്ല, എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. കഷ്ണങ്ങൾ മുറിക്കാനും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പേസ്റ്റൊക്കെ ഉണ്ടാക്കാനും എല്ലാം ഹെൽപ്പ് ചെയ്യുന്നത് എൻ്റെ ഫ്രണ്ട്സൊക്കെ തന്നെ ആട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് കൂടുന്നത് പട്ടാളത്തിലൊരു സ്ഥിരമായിട്ടുള്ള കാര്യമായിട്ടോ ജെൻസൊക്കെ തമ്മിൽ. അപ്പോൾ ഇന്ന് അവരുടെ ഒരു ഡേ ആണ്, സൺഡേ ഒക്കെ ആയതുകൊണ്ട് എല്ലാവരും ഫ്രീ ആണല്ലോ. അപ്പോൾ ജെൻസുകളൊക്കെ വന്നിട്ട് മീൻസ് അവരുടെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് വന്നിട്ട് അവർ എൻജോയ് ചെയ്യും. അപ്പോൾ ഇന്ന് അങ്ങനത്തെ ഒരു ഡേ ആട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അമ്മക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പായസമൊക്കെ ഉണ്ടാക്കാന്നേ. അപ്പോൾ ഞാൻ ഏട്ടനും മട്ടൻ കറിയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം പരിപ്പൊക്കെ എടുത്തുകൊണ്ട് വന്നു കേട്ടോ. പരിപ്പ് ഓൾറെഡി ഞാൻ വേവിച്ച് വെച്ചാണ്. അപ്പോൾ ഒരിക്കൽ ശർക്കരയും കൂടെ ഒഴിച്ചു കൊടുത്ത് തേങ്ങയും കൂടെ ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ പരിപ്പ് പായസം റെഡിയായി. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഏട്ടനും മോനും കൂടെ ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കടയ്ക്ക്. അപ്പോൾ എനിക്ക് തിരിച്ചു വരുമ്പോൾ ഒരു വലിയ ഡയറി മിൽക്കൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഞാൻ ജസ്റ്റ് ഇതിലൊന്ന് ആഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഡയറി മിൽക്ക് തരുന്നത് പോലെ ഷോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇത് കഴിക്കുന്നത് മൊത്തം ഏട്ടനും മോനും കൂടെ തന്നെ ആയിരിക്കും കേട്ടോ. എനിക്ക് ഇന്ന് ഒരു പൊട്ട് പോലും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ നമ്മുടെ പായസമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒന്ന് വിളമ്പുന്നതും അതുപോലെ കുടിക്കുന്നതും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാൻ അതിനകത്ത് താളിച്ച് ചേർത്തിട്ടൊന്നുമില്ല കേട്ടോ. കാഷ്യൂനട്ടും കിസ്മിസൊന്നും ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അതൊന്നും ചേർക്കണ്ടെന്ന്. കാരണം ഇനിയിപ്പോൾ എന്തായാലും ഏട്ടനൊന്നും ഇതൊന്നും കഴിക്കാനൊന്നും പോകുന്നില്ല. ചിലപ്പോൾ നാളെ കഴിക്കുമായിരിക്കും കേട്ടോ. ഫ്രിഡ്ജിലൊക്കെ വെച്ചാൽ ചിലപ്പോൾ നാളെ എടുത്ത് കഴിക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ. ഇന്നത്തെ എൻ്റെ ഒരു കുട്ടി വീഡിയോ ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ പായസം. ഇനി ഞാൻ നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ബൈ.